ശബരിമല തന്ത്രിക്കെതിരായി കേസെടുക്കാൻ തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യം അനുവദിച്ച കോടതിയെ ഇന്നലെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രിയാണ്. ഞങ്ങൾ ജനുവരി 11 തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ പറഞ്ഞിരുന്നു, ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്, എന്ത് ഒഫൻസാണ്, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഈ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമാക്കണം SIT എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് തന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും ഇപ്പോഴത്തെ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും എന്താ കാരണം കൊണ്ടാണെന്ന് പൊതുജനത്തോട് പറയാനുള്ള ബാധ്യത അന്വേഷണ സംഘത്തിനുണ്ട്. ഇപ്പൊ പറഞ്ഞതല്ല, ഞങ്ങൾ ജനുവരി 11 ഞാൻ ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞതാണ്. കാരണം ആ റിമാൻഡ് റിപ്പോർട്ട് തൃപ്തികരമല്ലായിരുന്നു. അപ്പൊ 40 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം 41ാം ദിവസം കോടതി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ, ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തെളിവ് പോലും, തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം. 41 ദിവസം നിരപരാധിയായ ഒരാളെ ജയിലിട്ട ശേഷം അവസാനം കോടതി പറയുകയാണ് ഈ മനുഷ്യന്റെ പേരിൽ ഒരു തെളിവും നിലനിൽക്കുന്നില്ല. അത് മറ്റാരുമല്ല, നമ്മുടെ രാജീവ് കണ്ഠരരാണ്. നമുക്കറിയാം, ശബരിമല കേസ് വന്ന ശേഷം പ്രമുഖരായ ആളുകളെ ഓരോരുത്തരായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പത്മകുമാർ തുടങ്ങി മുരാരി ബാബു അങ്ങനെ തുടങ്ങി പ്രമുഖരായ ആളുകളെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവസാനം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും പഴയ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും അതേപോലെ തന്നെ ഏറ്റവും പുതിയ മന്ത്രി വാസവനെയും തുടർന്ന് പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഘട്ടം ഘട്ടമായി തെളിവുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ാണ് നമ്മുടെ തന്ത്രി രാജീവ് കണ്ഠരരെ ഇല്ലാത്ത കള്ളക്കേസിൽ ആരും ഇന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം പോലും ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടാക്കി അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം എന്താണ്? ദ്വാരപാലക ശില്പങ്ങളും അതേപോലെ വാതിൽപ്പടികളും സ്വർണം പൂശിയ വാതിൽപ്പടികളും ചെമ്പാണെന്ന് എഴുതി ചേർത്ത് അത് വീണ്ടും സ്വർണം പൂശാനായി നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ദേവസ്വം ബോർഡ് കൊടുത്തയക്കുമ്പോൾ അതില് അദ്ദേഹം മൗനാനുവാദം കൊടുത്തു. എങ്ങനെ ദേവപ്രശ്നം കണ്ട് മൗനാനുവാദം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ എവിടെ ഉണ്ടാവുന്ന കാര്യമാണോ? അത് എഴുതി കൊടുത്തു എന്നാണ് അദ്ദേഹം പ്രതിയാവും. നിരപരാധിയായ ഒരാളെ, അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേഷനെ യാതൊരു ബന്ധമില്ലാത്ത അദ്ദേഹത്തെയാണ് 41 ദിവസം ജയിലിൽ കിടന്നത്. അദ്ദേഹം ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയാം. അതീവ ഗുരുതരമായ അവസ്ഥയാണ്. മാനസിക നില തെറ്റി അദ്ദേഹം ഇരുട്ട് മുറിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ പ്രഷർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ കാലിനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പുറത്ത് ജനങ്ങളോട് അദ്ദേഹത്തിന് സംവാദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആരും സന്ദർശകരെ പോലും കയറ്റുന്നില്ല. അതിഭീകരമായൊരവസ്ഥയാണ്. അദ്ദേഹത്തിന് സ്വന്തം ഹോസ്പിറ്റലായി ചികിത്സ തേടുന്ന ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോകാൻ പോലും അനുമതിയില്ല. അദ്ദേഹത്തിന് സർക്കാർ ആശുപത്രിയിൽ മാത്രമേ പോകാൻ അനുമതിയുള്ളൂ. അങ്ങനെ എല്ലാ തലം ചങ്ങലക്കിട്ട രീതിയിലാണ് ഇപ്പോൾ ഈ പറയുന്ന പോറ്റിയുടെ രാജീവ് കണ്ഠരരുടെ തന്ത്രിയുടെ സ്ഥിതി. അപ്പോൾ അദ്ദേഹം 41 ദിവസം ജയിലിൽ കിടന്ന് എന്തിനായിരുന്നു? അദ്ദേഹം അവിടെ എന്താണ് ഭക്ഷണം കഴിച്ചത്? അദ്ദേഹം സ്വാത്വികനായ ഒരു ബ്രാഹ്മണനാണ്. ചിട്ടവട്ടങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റ് മുതൽ തന്ത്രവിധി പ്രകാരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് 500 ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ് അദ്ദേഹം. ആ തന്ത്രി മാത്രമല്ല, ലോകപ്രശസ്തമായ ശ്രീ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ ശബരിമലയിൽ അദ്ദേഹമാണ് പ്രധാന തന്ത്രി കഴിഞ്ഞ് 15 വർഷമായിട്ട്. ഈ 15 വർഷവും അദ്ദേഹം അതിനെ കുറ്റമറ്റ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പല തവണ അദ്ദേഹത്തെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീ പ്രവേശന ഘട്ടത്തിൽ അദ്ദേഹം ദേവപ്രശ്നം കണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇവിടെ ആചാര ലംഘനം നടത്താൻ പാടില്ല എന്ന് കണ്ട് വാതിലടച്ചിട്ട ആളാണ്.
ഈ കേരളത്തിലെ ജനതയെ ശബരിമലയുടെ പവിത്രതയെ തകർക്കാൻ പിണറായി സർക്കാർ ഗൂഢാലോചന നടത്തിയപ്പോൾ അവിടെ ബിന്ദു അമണിയും മറ്റുള്ളവരെയും രഹന ഫാത്തിമയൊക്കെ കയറ്റിക്കൊണ്ട് പോലീസ് സഹായത്തോടെ കയറ്റി കൊണ്ടുവന്നപ്പോൾ വാതിലടച്ചിട്ട് അതിന് പ്രവേശനം നിഷേധിച്ച ആളാണ്. കാരണം ദേവൻ പറഞ്ഞിരിക്കുന്നത് പാടില്ല എന്നാണ്. 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല എന്നുള്ളതാണ് ആചാര അനുഷ്ഠാനം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് പിണറായി വിജയൻ വളരെ സ്ട്രോങ് ആയി പോലീസ് സംവിധാനം ഉപയോഗിച്ച് സ്ത്രീകളെ കയറ്റിയപ്പോൾ ആരും അറിയാതെ സ്ത്രീകളെ അതിനെ തടഞ്ഞ ധീരനായ ഒരു വിശ്വാസിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് ഒരു ദിവസം സുപ്രഭാതത്തിൽ വിളിച്ച് SIT വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്ന് അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയത്. എന്ത് ഗുരുതരമായ തെറ്റുകളാണ് ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള നീതിന്യായ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയന് രക്ഷപ്പെടാൻ വേണ്ടി വേറെ മാർഗങ്ങളില്ലാതെ വരുമ്പോൾ പിണറായി വിജയനും കടകംപള്ളിയും അതേപോലെ വാസവനും അതേപോലെ പ്രശാന്തും എല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേരുകൾ പുറത്തു വരാതിരിക്കാൻ കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന, ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ശബരിമല തന്ത്രി രാജീവ് കണ്ഠരെ അറസ്റ്റ് ചെയ്തിട്ടാണ് അവർ അതിനെ മറികടന്നത്. ഒരു നിരപരാധിയായ ബ്രാഹ്മണൻ മാത്രമല്ല ശബരിമലയിലെ തന്ത്രിയാണ്. അയ്യപ്പൻ തീർച്ചയായും പണി കൊടുത്തിരിക്കും. ഇപ്പോൾ ഈ സാധു ബ്രാഹ്മണൻ, സ്വാത്വികനായ ബ്രാഹ്മണൻ അപമാന ഭാരതത്താൽ പുറത്തിറങ്ങാൻ പറ്റാതെ മാനസിക വ്യത കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് ഇതുവരെ ഉണ്ടായ സൽപ്പേരെല്ലാം കളഞ്ഞ്, ഇതുവരെ ഉണ്ടായ സൽപ്പേരെല്ലാം നശിപ്പിച്ച്, അങ്ങനെ എല്ലാവരുടെ മുന്നിൽ കള്ളനാണെന്നുള്ള മുദ്രകുത്തി മനസ്സുകൊണ്ട് പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പീഡനം വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അദ്ദേഹം ഏകാന്തമായി ഇരുട്ടുമുറിയിൽ കഴിയുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ആ വാർത്ത എൻ്റെ അന്വേഷണത്തിൽ സത്യസന്ധമാണെന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പരിപൂർണ ഉത്തരവാദി ദുഷ്ടനും ക്രൂരനും ഏകാധിപതിയുമായ എന്ത് വൃത്തികളും കാണിക്കാൻ മടിയില്ലാത്ത പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതിയെ പോലും ധിക്കരിച്ചുകൊണ്ട് ഇല്ലാത്ത തെളിവുകൾ എഴുതിയുണ്ടാക്കി അതിൽപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന ആർക്കും ആദ്യം കേസ് വരുമ്പോൾ തീർച്ചയായും അവരെ വകുപ്പുകൾ പ്രകാരം ജയിലിലാക്കും. ഇപ്പോൾ ഹൈക്കോടതിയിലെ കൃത്യമായ നിർദ്ദേശപ്രകാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ എല്ലാ ആളുകളെയും 90 ദിവസം വരെ കിടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിന് കാരണം അത്രയും ഗുരുതരമായ വകുപ്പാണ്. പക്ഷെ അഡ്മിനിസ്ട്രേഷൻ രംഗത്തില്ലാത്ത ഒരു സ്വാത്വികനായ ബ്രാഹ്മണനായ തന്ത്രിയായ പൂജാകർമ്മങ്ങൾ മാത്രം ചെയ്യേണ്ട, അതിൽ മാത്രം അധികാരമുള്ള അവകാശമുള്ള തന്ത്രിയെ പിടിച്ചകത്താക്കിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പിണറായി വിജയൻ അടിക്കുന്നു. ഇപ്പോൾ ഈ കാര്യം അദ്ദേഹത്തിനെതിരെ കേസുകൾ നിലനിൽക്കില്ല എന്ന് അറിഞ്ഞതോടെ UDF അത് ശക്തമായ രൂപത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. മുമ്പ് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം കണ്ടെത്താനോ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനോ ഒരു കുഞ്ഞുകുട്ടി പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ക്രൈമാണ് ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ കേസ് നിൽക്കില്ല, അദ്ദേഹത്തിനെതിരെ കേസ് എഴുതിത്തള്ളും, ഒരു കാരണവശാലും ഒരു നിയമപ്രകാരവും അദ്ദേഹത്തിനെ കൊടുക്കാൻ പറ്റില്ല എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞ ക്രൈമാണ്. അതിനുശേഷമാണ് മറ്റുള്ള എല്ലാവരും തന്നെ ഇത് ഏറ്റെടുത്തതും അതിന് ശക്തമായി പോരാട്ടം നടത്തി. ഈ രാഹുൽ ഈശ്വർ പോലും കേരളത്തിലെ പല ആളുകളും ഏറ്റെടുത്തെങ്കിലും മുൻനിര ചാനലുകളൊന്നും അത് ഏറ്റെടുത്തിരുന്നില്ല. ഇപ്പൊ എല്ലാവരും കടന്ന് കരയുകയാണ്. അതിൽ ഇപ്പോൾ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്നതിനെതിരെ പോരാട്ടം തുടങ്ങി VD സതീശനും K ബാബുവാണ്. K ബാബു ഇന്ന് നിയമസഭയിൽ ശക്തമായ ഭാഷയിലാണ് ഇതിനെതിരെ നിയമസഭയിൽ പ്രതികരിച്ചത്. ആ പ്രതികരിച്ചിൽ വളരെ ഷാർപ്പായി അദ്ദേഹം പറഞ്ഞു, തന്ത്രിയെ എന്തിനാണ് നിങ്ങൾ ജയിലിനകത്താക്കിയത്? ഇന്ന് VD സതീശൻ ഇടുക്കിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ, അടിമാലിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഈ കാര്യം എടുത്തു പറയുകയുണ്ടായി. തന്ത്രിയെ നിങ്ങൾ എന്തിനാണ് അകത്താക്കിയത്? അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്നെ അറസ്റ്റ് ചെയ്തതും ഈ പിണറായി സർക്കാരാണ്. 34 ദിവസം ഒരു കേസിൽ, 7 ദിവസം മറ്റൊരു കേസിൽ, അങ്ങനെ 41 ദിവസം, പിന്നെ 2 ദിവസം മറ്റൊരു കേസിൽ, 3 ദിവസം മറ്റൊരു കേസിൽ, 44 ദിവസം എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചുള്ള ആളാണ് പിണറായി വിജയൻ. തന്റെ പ്രതികാരം തീർക്കാനും അതേപോലെ മറ്റു കേസുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഇങ്ങനെ കള്ളക്കേസ് എടുക്കുന്ന എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എതിരാളികളെ കൊന്നൊടുക്കി പോലും രാഷ്ട്രീയം നടത്തുന്ന ഒരു പരാന്നഭോജിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഏത് വിധേന അധികാരം വേണം, പണം വേണം, സ്വാധീനം വേണം.
കീഴെ കുറെ ഗുണ്ടകളും വേണം. ഇതാണ് പിണറായി വിജയൻ എന്നുള്ള ഏകാധിപതിയുടെ സ്ഥിതി. അദ്ദേഹം 40 വണ്ടി പോലീസിന്റെ സഹായത്തോട് മാത്രമാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പിണറായി വിജയൻ എന്തിനാണ് ഈ BJP സംരക്ഷിക്കുന്നത്? നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്തിൽ അദ്ദേഹത്തെ വരെ തൊട്ടിട്ടില്ല. അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പിൽ തൊട്ടിട്ടില്ല. അതേപോലെ അദ്ദേഹത്തെ കരിമണൽ കർത്തയുടെ കേസിൽ തൊട്ടിട്ടില്ല. അതേപോലെ മകളെ തൊട്ടിട്ടില്ല. ഇതേപോലെ തന്നെ നിരവധി ലാവലിംഗ് കേസിൽ 9 വർഷമായി പിണറായി വിജയനെ BJP സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിധത്തിൽ എല്ലാ വൃത്തികളും നടത്തുന്ന ഒരു അമ്പലത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അദ്ദേഹത്തെ എന്തിനാണ് വേട്ടയാടിയത്? ഒരു കൊല്ലം ഏറ്റവും ചുരുങ്ങിയത് 10-15 കോടി രൂപ വരുമാനമുള്ള ദക്ഷിണ കിട്ടുന്ന ഒരാളാണ് അദ്ദേഹം. ചിലപ്പോൾ അദ്ദേഹം കണക്കും കാര്യങ്ങളും സൂക്ഷിച്ചില്ലായിരിക്കാം. അദ്ദേഹം കിട്ടുന്ന പൈസയിൽ ഒരു പരിധിവരെ പലർക്കും ദാനകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം അവിടെ നിന്ന് പലർക്കും അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യം. കിട്ടുന്ന വരുമാനത്തിൽ ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെയുള്ള സാത്വികനായ ബ്രാഹ്മണനായ അദ്ദേഹത്തിന്റെ ശാപം തീർച്ചയായും പിണറായി വിജയന്റെ ജീവിതം മാത്രമല്ല കുടുംബം പോലും മുടിപ്പിച്ചു കളയും. എന്തായാലും തന്ത്രി ആ കാര്യത്തിൽ തന്ത്രിയുടെ രാജീവ് കണ്ഠരരുടെ ശാപം പിണറായി വിജയൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അദ്ദേഹം നരകിച്ച് ജീവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ കുടുംബം പോലും മുടിഞ്ഞു പോകും. അതാണ് ബ്രാഹ്മണ ശാപത്തിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക പിണറായി. ഈ ശാപമൊക്കെ എവിടെ കൊണ്ട് വെക്കും പിണറായി? ഈ ചെയ്യുന്ന പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് തീർക്കും പിണറായി? ഏത് പുണ്യനദിയിൽ കുളിച്ചാലും തീരില്ല പിണറായി. ഏത് പൂജാരിയെ കൊണ്ട്, ഏത് മന്ത്രവാദിയെ കൊണ്ടും വീട്ടിൽ പൂജാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ ഹോമകുണ്ടത്തിൽ നിന്ന് അതേപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും അതിന് പരിഹാരമാവില്ല. താങ്കൾക്ക് അതിൻ്റെതായ ശിക്ഷ അധികം കാലം ഇല്ലാതെ ജനങ്ങൾ നൽകും. പിന്നെ പാർട്ടിയിൽ ഒറ്റപ്പെടും. ജനങ്ങൾ തന്നെ കല്ലെറിയുന്ന ഒരു അവസരം വരാൻ പോവുകയാണ്. കള്ളക്കേസെടുത്ത് നിരപരാധികളെ കൊടുക്കുന്ന താങ്കളുടെ രീതി ഉണ്ടല്ലോ, രാജീവ് കണ്ഠരെ പോലെയുള്ള സംശുദ്ധനായ സാത്വികനായ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന പ്യുവർ വെജിറ്റേറിയനായ അദ്ദേഹത്തെ അവിടെ കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഭക്ഷണ ക്രമീകരണങ്ങളെ ലംഘിച്ച് ഇല്ലാതാക്കി മഹാരോഗിയാക്കി മാറ്റിയതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം പിണറായി വിജയൻ എന്ന മഹാദുഷ്ടനാണ് എന്ന് കാലം തെളിയിക്കും. നന്ദി, നമസ്കാരം.